അപ്പോൾ ഞങ്ങൾ റൂം മേടിക്കാനായിട്ട് വന്നായിരുന്നു. അങ്ങനെ നല്ല ആളാണ് അവിടെ. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ അപ്പോൾ അവിടെ വന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി. അപ്പോൾ അപ്പുറത്താണ് പൂക്കട. അപ്പോൾ ഞങ്ങളോട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ അയച്ചിട്ട് നേരെ പൂ മേടിക്കാം. നല്ല തിരക്കാണ്. അങ്ങനെ നാളത്തേക്ക് നാളായാലേ ഓണം. അപ്പം അത്തേടാൻ്റെ കുറച്ച് പൂക്കൾ ഇപ്പം രാത്രി വന്നപ്പോൾ, അതായത് രാവിലെ ഭയങ്കര മഴയായതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്നിരുന്ന് ഇപ്പോൾ വലിയ മഴ കുറവുള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇന്ത്യൻ കോഫി വെച്ചിരിക്കാനൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ കയറിയതാണ്. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പം കയറൊന്നുമില്ല, പൊറോട്ടയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പൊറോട്ട മനസ്സിൽ കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ത്യൻ കോഫി ഹൗസിലെ പൊറോട്ട ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, അല്ല കുഴപ്പമില്ലാത്ത പൊറോട്ടയും. അപ്പോൾ അങ്ങനെ പൊറോട്ട മനസ്സിൽ കഴിച്ചു. ഇതിന് ഈ പൂ മേടിക്കാൻ പോകണം. അടുത്ത പരിപാടി അതാണ്, പൂ മേടിക്കണം. അപ്പോൾ കഴിക്കട്ടെ, കഴിച്ച് പൂ മേടിക്കട്ടെ. അങ്ങനെ ഈ പൂവൊക്കെ ഞങ്ങൾ നിർത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കിറ്റി പൂ മേടിച്ചു. അങ്ങനെ അപ്പോൾ 300 രൂപ. കുഴപ്പമില്ല, എല്ലാം കൂടി മിക്സിങ് ഞങ്ങൾ മേടിച്ചു. അപ്പം അങ്ങനെ പൂ മേടിക്കൽ ഇത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നാളെ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇടണ മെനക്കേടല്ലോ. പിന്നെ വൈകിട്ടൊന്ന് പോയിട്ടൊന്ന് സെറ്റാക്കി ഉരുക്കി വെക്കണം, എന്നാലും നാളെ രാവിലെ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഉരുക്കണ പരിപാടിയുണ്ട്. അപ്പം അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം അപ്പം നാളെ കാണാം. അല്ലെങ്കിൽ ഇത് ഉടിക്കണമ്പോൾ ഇന്ന് ഉടിക്കണമെങ്കിൽ ഇന്ന് കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ പൂവൊക്കെ കൊണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളപ്പോൾ ഇന്ന് ഒരുക്കി വെച്ചാലേ സെറ്റാവത്തുള്ളൂ. അപ്പോൾ പൂരിനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് റെഡിയാക്കാം. അപ്പോൾ അവിടെ ചേച്ചി കുറച്ച് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി ഒരുക്കിയാലേ പരിപാടി ചെയ്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം രാത്രി 10 മണി ആയി രാത്രി. നീ ബാ ഇടി നമുക്ക് പോരും. ചെറുക്കനും പണ്ടത്തേക്ക് പോരിക്കാൻ ഇവിടെ ഇടി. ആ എടി പൂതാ. ഞാനവനും കൂടി ഒരു കിടക്കി അല്ലേ അവിടെ നോക്കൂ. പോരിക്കമ്പെന്ന് പറഞ്ഞു മയം പറ. അത്തേടം വേണ്ടിയുള്ള പോവാ. രാവിലെ എനിക്ക് പോവാ. നീ വിളിക്കാം കേട്ടാ. കുറച്ച് പൂ തന്നെ. അതാ പറഞ്ഞ കൊറേ കേട്ടാ. അതാ പറഞ്ഞ കൊറേ ഉണ്ട്. കൊറേയല്ല, മരത്തിലൊക്കെ ഇഷ്ടം പോലെ കുറേണ്ടെന്ന് പറയുമ്പോ ഞങ്ങളുടെ കുറേ ഉണ്ട്. ഞങ്ങള് ഒരുക്കാനുള്ള പടി മേടിച്ചിട്ട് പോവാ. ഞാൻ പൂ മേടിച്ചിട്ട് വരാം. ഞാൻ ചേട്ടൻ കൊണ്ട് ഓടിക്കാൻ പോണു കേട്ടോ. അറിയാവാ ചിക്കറാനല്ല ഒരുക്കാം കളിപ്പിച്ചേരാം. ഇതാണ് ഇതാണ് ഇതെന്നാണ് ഇതിങ്ങനെ എടുത്തിട്ടില്ലേ? ഇത് കണ്ട ഇങ്ങനെ ഇങ്ങനെ ഒരു കേൾക്കാനായിട്ടൊരു ഇത് വരുമോ? ഇതൊക്കെ കീറില്ലേ? ആ ഗുഡ് ബോയ്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ കണ്ടാ. അത് തന്നെ ചെറുക്കം പോരിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കടി കിട്ടോണ്ടാന്ന് തന്നെ ഇവനെ. അപ്പൊ ഞാൻ തരുന്നുള്ള പോരിക്കൽ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാ ഫസ്റ്റ് അടിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അമ്പാടി വലിച്ചു കയറി കയറുന്നുണ്ട്. അമ്പാടിയെ തോപ്പിക്കാം. പാടി തോപ്പിക്കുക. അവിടെ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. അത് നമുക്ക് ഇവിടെ ഇടല്ലേ ഇവിടെ. അപ്പൊ അടുത്ത പൂ ഞാൻ എടുത്ത് അമ്പാടി എടുത്തില്ല. ആരാണ് ഫസ്റ്റ് നോക്കാം? ആരാ ഫസ്റ്റ് നോക്കാം? അമ്പാടിയാണോ ഞാനാണോ? ആരാണ് ഫസ്റ്റ്? നാളെ രാവിലെ എണീറ്റില്ലെങ്കിലാണ് അമ്പാടി. എണീക്കുവല്ല, എന്നെ വന്ന് വിളിക്കുവോ? അല്ലെങ്കിൽ ഞാൻ വിളിക്കുവാ. രാവിലെ അതാണ് എണീക്കാൻ. അമ്പാടി എണീക്കുവാ. അമ്പാടി ഒരുക്കാനൊക്കെ അറിയാവോ ഇവന്? ആരാടി ഇതിന് പോരിക്കാൻ അറിയാമെന്ന് പറഞ്ഞത്? അമ്പാടി കണ്ടത് എന്നെക്കാൾ സ്പീഡിൽ. അമ്പാടിക്ക് നാളെ എന്നെ വേണം. എന്താ എന്നെ വേണം അമ്പാടി? ഒന്നും വേണ്ട. സദ്യ കേട്ടാ? ഒന്നും വേണ്ട കേട്ടാ. അവൻ സദ്യ മാത്രം മതി. ഗുഡ് ബോയ്. മന്തി Yeah.
വലിച്ച് കീറിയാണല്ലേ ഞങ്ങളിപ്പോ അത്യാവശ്യം ഒന്ന് ഒതുക്കിട്ട് വരാൻ കേട്ടോ. ഞങ്ങളിത് ഇത്രയും പൂവാണ് കേട്ടോ മേടിച്ചത്. ഇത്ര ഒരു പൂവാണ്. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം എല്ലാം കൂടി മിക്സാക്കിയാണ് മേടിച്ചത്. അങ്ങനെ അപ്പോൾ ഇത്രയും കൂടി ഇനി ഒരുക്കാനുണ്ട്. എടാ നീ എവിടെ പോണ്ടാൻ പടീൻ്റെ കൂടി അങ്ങനെ ഒരുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ചെറുക്കൻ്റെ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അമ്പാടി. അപ്പൊ അടുത്തത് മഞ്ഞപ്പൂക്കൾ. അപ്പൊ നമുക്ക് അടുത്തത് മഞ്ഞ ഒരുക്കാല്ലേ അമ്പാടി? എവിടെ ഇവിടെ ഇരി, എന്നാലേ കിട്ടത്തില്ല അമ്പാടിനെ. അടുത്തത് മഞ്ഞ ഗൈസ്. ഇങ്ങനെ സൈഡിലായിട്ട് വെക്കണം കേട്ടാ. അത് വേറെ ഇതെങ്കിലും കിട്ടിയ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഇത് ചെറുക്കനെല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റിയാണെങ്കിൽ ഈ പൂ ഇതിന്റെ അകത്തിട്ട് വെക്കാം. അതെടുത്ത് ആ വേസ്റ്റ് ഇല്ലേ ആ കുടഞ്ഞിട്ട് ആ പെട്ടി വെക്കുക. വണ്ടിന്റെ അകത്തിട്ട് ഒരിക്കലാണ് ഈ പൂ എടുത്ത് ഇതിന്റെ അകത്ത് ഇങ്ങനെ എടുത്ത് വെക്കണം. കുടഞ്ഞിട്ടാ പോരെ. അമ്പാടേ എന്നാ അവിടെ ഇല്ല, അവിടെ ആർക്ക് സിനിമയാണല്ലേ അത് തന്നെ. ഇതിൻ്റെ ചേർണം കേട്ടാ. ഇത് ഇവിടെ തന്നെ ഇട്ടോ. ആ ഈ പൂ മാത്രമേ ഇതിൻ്റെ ചേർണം കേട്ടാ. ഇടാൻ പറ്റുവാ? ഇട്ടേ സമയല്ലേ, രാത്രി നാളെ രാവിലെ എണീക്കണ്ടേ? പടപടാ ഒരുക്കിക്കോ. നല്ലോണം ഒരുക്കുണ്ട് കേട്ടാ. എന്നാ പറഞ്ഞ എന്നതാ അത് ഇവിടെ ഞാൻ പെട്ടേക്കത്ത് വെച്ചില്ലേ ആദ്യം പൊളിച്ചത്. ഇത് മഞ്ഞയാണ്, മറ്റേ ഓറഞ്ച് അല്ലേ? ഇപ്പൊ പൊളിച്ചു വെച്ചോ, അത് കുഴപ്പമില്ല. അത് ഏതെങ്കിലും എടുത്തു, അതിന് എടുക്കുന്ന അപ്പൊ അടുത്തതിന് കാണാം. ഓക്കെ. അപ്പോൾ കുറച്ചേരത്തെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ നാളത്തേക്ക് അപ്പോൾ കുറച്ച് പൂവൊക്കെ അപ്പോൾ ഒതുക്കി സെറ്റാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും പൂ ഞങ്ങളിപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ എണീറ്റ് ഇടണം, അതാണ് ടാസ്ക്. നാളെ രാവിലെ എണീക്കണമെന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എണീക്കാം, പിന്നെ വേറെ വഴിയില്ല. രാവിലെ അത്തൊക്കെ ഇട്ട് ഒരു വൈബല്ലേ, ഓണ വൈബിൽ അങ്ങോട്ട് സെറ്റാക്കാം. അപ്പം നാളെ രാവിലെ കാണാം ഗൈസ്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഗൈസ് 6 മണിയായി. 6 മണിക്കൊപ്പം എണീറ്റിരിക്കാൻ നല്ല മഴയെന്ന് കണ്ടു. പുറത്ത് നല്ല മഴ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് പോകും ഗൈസ്. അപ്പം ഓക്കെ ഗൈസ്, ഞാൻ റെഡിയാക്കി ഒന്ന് വരട്ടെ. അത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പുറത്ത് മഴയത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇടേണ്ടി വരും. മഴയാണെങ്കിൽ പണിയായി പോകുന്ന അല്ലേ. മഴയാണെങ്കിൽ ഇനി പുറത്തൊക്കെ പോസ്റ്റ് ആയിരിക്കും, പണിയായിരിക്കും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ റെഡിയായി പറ്റുന്നുണ്ട്. കാണാം. ഇത് അറിയത്തില്ല, അതൊരു റഫ് ടൈമാണ് എനിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടെ ഇടാ
അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. ഇതെങ്ങനെ മഞ്ഞ. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല. ഈ അത്തത്തിനായിട്ടുള്ള ഒരു ബോർഡർ നമ്മുടെ ഡിസൈൻ ഏകദേശം നമ്മൾ സെറ്റാക്കി വരച്ചിട്ടുണ്ട്. വരക്കണേ ഞാൻ ആദ്യമായിട്ടുണ്ടാകുന്ന കേട്ടോ കാണിക്കുന്നത്. കുറേ മണ്ടത്തരങ്ങളുണ്ട്. കുറേനേക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്തത് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ ഡിസൈൻ മൊത്തത്തിൽ വെച്ചിട്ട് നമുക്ക് അടുത്തത് കാണാൻ പറ്റും. ആദ്യമായിട്ട് ഇത് വരക്കാൻ സമ്മതിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ വരച്ചാൽ മതി. പക്ഷേ ഈ കറക്റ്റ് അവർ ലെൻഡിൽ പിടിച്ച് കറക്റ്റ് ടൈറ്റിൽ പിടിച്ച് വരച്ചാൽ കറക്റ്റ് വട്ടം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം തെറ്റിട്ട് അങ്ങനെയപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വരാൻ നമുക്ക് അടുത്ത ഓരോ ഇതായിട്ടൊക്കെ കിടക്കുന്നത് ഞാൻ വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇത്രയും പൂക്കൾ അങ്ങനെ ഞങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. കേട്ടോ ഇല്ല ഇന്നലെ ഒരുക്കി വെച്ച. അപ്പം ഇനി ഇടാനുള്ള പരിപാടിയാണ് ഈ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് തുടങ്ങാനായിട്ട് അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓരോന്നിട്ടപ്പോൾ കളർ ഇട്ട് തുടങ്ങി കേട്ടോ. ഏതിടാൻ ഇടാനാണ് ഇതാ ഇതെവിടെയാണ് എവിടെയാണ് കുറച്ച് ഇതായിട്ടിരിക്കുക. റെഗുലേറ്റർ ഓഫാക്കി ഇട്ടേക്കുക. അതായിരിക്കും നല്ലത്. ആരെങ്കിലൊക്കെ വന്ന് അല്ലെങ്കിൽ ഒറ്റ പറക്കുള്ള നല്ലത്. അവന് മനസ്സിലായാ മതി. അവനെ അതിനപ്പുറം വന്ന് അപ്പൊ ഒന്ന് ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ചെരുപ്പാണ് ഇപ്പൊ ഉന്നം വെച്ചിരിക്കുന്നു. വലിച്ചെറി നിന്റെ ചെരുപ്പല്ലേ എടാ. രണ്ടോന്ന് പറയേ ഞാനേ എന്റെ ചെരുപ്പ് എവിടെ ഞാൻ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. വേണേ ഇപ്പൊ എടുക്കാം. ഇതില് നേരെ അയ്യോ അപ്പോൾ ഇട്ടിട്ട് ഞങ്ങൾ ഫൈനലിട്ട് കാണിച്ചു തരാം. അപ്പോൾ മൊത്തത്തിൽ നിന്നിട്ട് സെറ്റാക്കാം. ഇത് പാടാണ്. ഇത് നേരെ എടുക്കും. അപ്പം ഇട്ടിട്ട് ഫൈനലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചത്തിൻ്റെ ഫൈനൽ ലുക്ക്. അത് പെട്ടെന്ന് ഇട്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് വലിയ നേരത്തെ ഇട്ട് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഇതുണ്ടാകും. പോരായ്മയുണ്ടാകും. ആദ്യത്തെ ടൈം ഉണ്ടാകും. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല ഇരിക്കും. അപ്പം പിന്നെ ഈ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കാൻ അമ്പലത്തിൽ പോകണം. പിന്നെ കുളിക്കാതെ നട്ട് ഇട്ടത്. അപ്പം കുളിക്കാത്തെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെ ഇട്ട് വരാൻ താമസിക്കും.
പിന്നെ ഒരു പരിപാടിയും നടക്കാത്തതുകൊണ്ടാണ് കുടിക്കാൻ. പിന്നെ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. അപ്പം ഈ പരിപാടി അമ്പലത്തിൽ പോകണം. അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ഇനിയുള്ളത്. അപ്പം ഓക്കെ കേട്ടോ. ചെറുക്കൻ എണീറ്റിട്ടില്ല കേട്ടോ. ചെറുക്കൻ നല്ല ഉറക്ക. എണീക്കടാ, ഇവിടെ അമ്പലത്തിൽ പോണ്ടേ? അർത്ഥമൊക്കെ ഉണ്ട്. എടാ നല്ല ഉറക്ക ചെറുക്കൻ. അമ്പാടി അത്തയിട്ടാ. ചെറുക്കൻ നല്ല ഉറക്കാണ് ഗേസ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് ചെല്ലുമ്പോൾ കാണാൻ കേട്ടോ. ഇനി അർത്ഥം ഉണ്ടാവുമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ചെറുക്കൻ ചെല്ലുമ്പോൾ ഒന്ന് അലമ്പാക്കളി. ചെറിയൊരു എന്തെങ്കിലുമൊക്കെ തോന്നുന്നു വേണമെങ്കിൽ വാരി പുറത്താക്കളി ആള്. എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഒന്നും ദേഷ്യപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. ദേഷ്യപ്പെട്ട പണിയാണ് ഗൈസ്. ചെറുക്കൻ എന്ത് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അർത്ഥം മൊത്തം വാരി ദേ കിടക്കുന്ന അക്കൗണ്ട് നമ്പർ വേണമെങ്കിൽ എടുത്ത് ഇവരൊക്കെ ഇങ്ങോട്ട് ഒന്ന് നോക്കിക്കേ എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ മൊത്തം അതാണ്. എൻ്റെ ചെരുപ്പൊക്കെ എടുത്തിട്ട് എന്തായാലും നമ്മളിപ്പോൾ ചീത്ത പറയും. എന്തായാലും കുത്തകൾ കാണിക്കുമല്ലോ. അപ്പോൾ ചീത്ത പറയുമ്പോൾ ആൾ വന്നേച്ചും എൻ്റെ ചെരുപ്പ്, അതായത് എൻ്റെ ഉപകാരമുള്ള താക്കോലി, വണ്ടിയുടെ താക്കോലില്ലേ, അതൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് നോക്കല്ലേ. നമ്മൾ അത്യാവശ്യമായിട്ട് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ താക്കോല് കാണിക്കില്ല. എങ്ങനെയെങ്കിലുമൊക്കെ മീളി വെച്ചാൽ അവൻ കയറി എങ്ങനെയെങ്കിലുമൊക്കെ കയറിയൊക്കെ എടുത്തിടാൻ പാത്ത് നോക്കും. ഇപ്പം എങ്ങനെയുണ്ടാ എന്ന് പറഞ്ഞൊക്കെ അതാണ് ഫിലിപ്പിൻ്റെ പരിപാടി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അവൻ കുളിക്കണം. ചെറുക്കനായിട്ട് അമ്പലത്തിൽ പോകണം. അതാണ് ഇനി ഇവനെ വിളിച്ച് ഉണക്കിയിട്ട് വേണം ചെറുക്കനായിട്ട് അമ്പലത്തിൽ പോകാം. ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം ചെറുക്കനായിട്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ആശംസകൾ നേരുന്നുകൊണ്ട് തന്നെ അപ്പം നേരെ ഇതാണ് ഗൈസ് എൻ്റെ ഓണക്കോടി. എങ്ങനെയുണ്ട് ഗൈസ്? ഒരു ചെറിയൊരു കുർത്തയാണ് കേട്ടെ. കുർത്തയും മുണ്ടുമാണ്. അപ്പം ഓണക്കോടി അപ്പം അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കാം. ഞാനും ചെറുക്കനുണ്ട്. ചെറുക്കനെ മുണ്ടെടുക്കാനായിട്ട് മുണ്ട് കൊടുത്തിട്ട് ഉരിഞ്ഞ് കളഞ്ഞ് കഷ്ടപ്പെട്ട് പിന്നെയും മുണ്ട് ഉടുപ്പിക്കാനുണ്ട്. എങ്ങനെയെങ്കിലും അമ്പലം വരെയെങ്കിലും ഒന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ചെറുക്കനെ ഒരു രക്ഷയില്ല. ചെറുക്കൻ എണീറ്റിട്ടുണ്ട്. താമസിച്ചു എണീറ്റപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് എണീറ്റത്. അപ്പം ഇപ്പോൾ എണീറ്റൊക്കെ വന്നിപ്പോൾ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ചെറുക്കനെ. അപ്പോൾ ഞാൻ ചെറുക്കൻ കൂടി പോകുന്ന പരിപാടിയാണ് അമ്പലത്തിലേക്ക്. അപ്പോൾ അമ്പലത്തിലായിട്ട് അത് ഇറങ്ങാൻ പോവാണ് ചെറുക്കനായിട്ട്. അപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കാണാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ അമ്പലത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഞാനും ചെറുക്കനുമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിൽക്കണം ഗൈസ്. ചെറുക്ക അമ്പാടി ചെറുക്കനോ ചെറുക്കനൊക്കെ മുണ്ടൊക്കെ കൊടുത്ത സീനാണ്. അങ്ങനെ അമ്പലത്തിൽ നിൽക്കുകയാണ്. ഇനി വീട്ടിൽ പോകണം. അത്യാവശ്യം ആളുണ്ട് കേട്ടോ. നിൽക്കാണ് ഗൈസ്. ഓക്കെ. അപ്പോൾ തൊഴിലൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് നിൽക്കുക. ഓക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് അങ്ങനെ ഓണസദ്യയിലേക്ക് കടന്നു കേട്ടോ. അത് സദ്യ കഴിക്കാനായിട്ട് ഞാൻ പിന്നെ വേറെ ഒന്നും പറയാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്താണ് ഈ രക്ഷയില്ല. എന്നെ സദ്യ കഴിക്കാൻ തിരക്കിലായിപ്പോയി. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതാണ് ഒന്നും ഉണ്ടാതിരിക്കണം ഞാൻ. ഉണ്ട് ഇല്ലേ അവിടെ ഇരിപ്പുണ്ട്. കാളനെല്ലാം ഉണ്ട്. വേറെ കൂട്ടി കഴിക്കുമ്പോന്നെ ട്രെയിൻ എവിടെ പിടിച്ചില്ല. കറക്റ്റ്